സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ബാലോത്സവം ഓച്ചിറയിൽ നടത്തി. വലിയകുളങ്ങര സാംസ്കാരിക ധർമ്മസമാജം ഗ്രന്ഥശാലയായിരുന്നു സംഘാടകർ. പള്ളിമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലാണ് പഞ്ചായത്ത് തല മത്സരങ്ങൾ നടത്തിയത്. ഇവിടെ മത്സരിക്കാനെത്തിയിരിക്കുന്നത് പഞ്ചായത്തിലെ 10 ഗ്രന്ഥശാലകളിൽ നിന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഓച്ചിറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് വലിയകുളങ്ങര പള്ളിമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ ബാലോത്സവം സംഘടിപ്പിച്ചത്. വലിയകുളങ്ങര സാംസ്കാരിക ധർമ്മസമാജം ഗ്രന്ഥശാലയുടെ സംഘാടനത്തിലായിരുന്നു പരിപാടി. CR മഹേഷ് MLA ബാലോത്സവം ഉദ്ഘാടനം ചെയ്തു. പഴയതുപോലെയല്ല, നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കുവാൻ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ഉപരി രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലത്താണ്. അതുകൊണ്ടാണ് യുവജനോത്സവങ്ങളൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി പ്രാധാന്യം, മത്സരബുദ്ധി, സമ്പത്ത് ചെലവഴിക്കൽ, വാശി, ഇതൊക്കെ ഈ മേഖലയിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ വായനശാല പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലൈബ്രറി കൗൺസിലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഘാടക സമിതി ചെയർമാൻ K. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ലൈബ്രറി തുടങ്ങാൻ സാധിച്ചത്. ഈ ഗ്രന്ഥശാലയ്ക്ക് ഇപ്പോൾ B ഗ്രേഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം MLA-യുടെ പേരിൽ 15 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗായിക ഹന ഫാത്തിമ വിശിഷ്ടാതിഥിയായിരുന്നു. M. രാമചന്ദ്രൻ പിള്ള, ബിന്ദു R, M. മുരളീധരൻ പിള്ള, P. ജഗന്നാഥൻ, K. വിശ്വനാഥൻ, കയ്യാലത്തറ ഹരിദാസ്, KB രാമചന്ദ്രൻ, M. ഉണ്ണികൃഷ്ണപിള്ള, അഖിൽ KS, അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി, K. സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് കൊല്ലത്ത് ഈ അഖില കേരള വായനോത്സവം ഇന്നലെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഗ്രന്ഥശാലകളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ കലാഭിരുചിയെ ഊട്ടിയുറപ്പിക്കുന്നതിനും അവരിലുള്ള സർഗവാസനയെ വളർത്തിയെടുക്കുന്നതിനും വേണ്ടി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.